എല്ലാവർക്കും വിനീത നമസ്കാരം. മേശപ്പുറത്ത് കൊണ്ടുവച്ച ആഹാരത്തെ പതിവായി കുറ്റം പറഞ്ഞ് കഴിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. അവർ അന്നത്തെ വിഷമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതവരറിയുന്നില്ല. അമ്മയുണ്ടാക്കുന്ന ആഹാരത്തെ പരിഹസിക്കുന്ന കുട്ടികളുമുണ്ട്. അവരറിയുന്നില്ല എത്ര വലിയ ക്രൂരതയാണ് ചെയ്യുന്നതെന്ന്. വീട്ടിലെ ആഹാരത്തെ മാറ്റിവെച്ച് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നവരുമുണ്ട്. ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ആഹാരവും അമ്മ വിളമ്പിത്തരുന്ന ആഹാരവും തമ്മിലുള്ള വ്യത്യാസം അവർക്കറിഞ്ഞുകൂടാ. മാതൃഹസ്തേന ഭോജനം എന്നാണ്. അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കുന്ന ആഹാരം കഴിക്കാൻ ഭാഗ്യം ചെയ്യണം. ആഹാരത്തിലെ ആശ്രയദോഷത്തെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ നമ്മുടെ ഋഷിമാർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നാം കഴിക്കുന്ന വസ്തുക്കൾ നൂറുകണക്കിന് വ്യക്തികൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒന്നും നമ്മുടെ വീട്ടുമുറ്റത്ത് വളർത്തിയെടുക്കുന്ന വസ്തുക്കളല്ല നാം കഴിക്കുന്നത്. നാം കഴിക്കുന്ന ആഹാരം എങ്ങനെയാണോ അങ്ങനെയായിരിക്കും നമ്മുടെ മനസ്സ്. എങ്ങനെയാണോ മനസ്സ് അതിനനുസരിച്ചായിരിക്കും ചിന്തയും. ചിന്തയ്ക്കനുസരിച്ച് പ്രവൃത്തിയും ഉണ്ടാകും. അവസാന ഫലം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കഴിച്ച ആഹാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് സാരം. അതുകൊണ്ട് കഴിക്കുന്ന ഭക്ഷണത്തിൽ അച്ചടക്കം പാലിക്കണം. ഭക്ഷണമുണ്ടാക്കുന്ന ആളുടെ ആശ്രയദോഷം കഴിക്കുന്ന ആളിൽ പതിയും. മനഃശുദ്ധിയും ആരോഗ്യശുദ്ധിയും ഈശ്വരസ്മരണയും ഇല്ലാതെ ഉണ്ടാക്കുന്ന ആഹാരത്തിന് ഒരിക്കലും ഗുണമുണ്ടാവുകയില്ല. അമ്മയുണ്ടാക്കുന്ന ആഹാരത്തിൽ അമ്മയുടെ മനസ്സും ഉണ്ടാവും. ഒരു പ്രാർത്ഥനയുടെയോ തപസ്സിൻ്റെയോ ഘടകം അതിലുണ്ടാകും. ആ അംശത്തെയാണ് നാം രസം എന്ന് പറയുന്നത്. വിരുന്നുകാർ വീട്ടിൽ വന്നു, ആദ്യം അവർക്കൊരു ചായ കുടിക്കണം എന്ന് കരുതുക. അമ്മ ചായ ഉണ്ടാക്കി അതുമായി വരുമ്പോൾ ഫോൺ റിങ് ചെയ്തു. ആ ചായ മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തയച്ചു. ആ ചായ മറ്റൊരാൾ കൊണ്ടു കൊടുക്കുമ്പോൾ അയാളിലെ ആശ്രയദോഷം ഈ ചായയിലുണ്ടാകും. അത് മറ്റൊരാൾ കൈമാറി കൊടുക്കുമ്പോൾ അതിൻ്റെ രസം ചോർന്നു പോകും. സദ്യയിൽ രസം എന്ന് പറയുന്നത് അവസാനമാണ്. എല്ലാത്തിൻ്റെയും രസം അവസാനമാണ്. ഈ ക്രിമിനൽ സ്വഭാവമുള്ള അവരുണ്ടാക്കിയ ആഹാരം കഴിച്ചാൽ നമുക്കും ആശ്രയദോഷം സംഭവിക്കും. നല്ല മനസ്സോടെ അല്ലാതെ നമുക്ക് തരുന്ന ആഹാരത്തിൻ്റെ രസം എപ്പോഴും ചോർന്നു പോകും. അങ്ങനെ വരുമ്പോൾ ക്ഷേത്രത്തിൽ നിവേദിച്ച ആഹാരം കഴിക്കുമ്പോൾ അതിലെ രസം ഭഗവാൻ എടുത്ത് അതിൻ്റെ ചണ്ടിയല്ലേ നമുക്ക് തരുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ടാവും. അവർക്കുത്തരവുണ്ട്. ഭഗവാൻ എന്തങ്ങോട്ടെടുത്താലും അത് 100 ഇരട്ടിയായിട്ട് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു തരും. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ എല്ലാ സുഖസൗകര്യങ്ങളും എനിക്കുണ്ട്, എല്ലാം ഭഗവാന്റെ കൃപ കൊണ്ടുണ്ടായതാണ്, എല്ലാത്തിനും ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു എന്ന് പറയുമ്പോൾ ആ നന്മ അങ്ങോട്ട് സമർപ്പിക്കുമ്പോൾ അത് 100 ഇരട്ടിയായിട്ട് ഇങ്ങോട്ട് തിരിച്ചു തരും. എന്നാൽ ഇന്ന് നാം അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നത് മുഴുവനും
നമ്മുടെ കഷ്ടതകളും ഇല്ലായ്മകളുമാണ്. അങ്ങനെ വരുമ്പോൾ ഭഗവാൻ അതും 100 ഇരട്ടിയായിട്ട് നമുക്ക് തരും. സന്ദേശമാലയിൽ ഒരു വിഷയം സംസാരിക്കുമ്പോൾ മറ്റു വഴിയിലേക്ക് തെന്നിപ്പോവാറുണ്ട്. നാം സംസാരിച്ചു തുടങ്ങിയത് ആഹാരത്തിലെ ആശ്രയദോഷത്തെക്കുറിച്ചാണ്. അമ്മയുണ്ടാക്കി തരുന്ന ആഹാരത്തെ അവഗണിച്ചുകൊണ്ട് പുറത്തുപോയി ആഹാരം കഴിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഹോബിയാണ്. അതിൻ്റെ റിയാക്ഷൻ വൈകിയേ അറിയൂ. മാതൃഹസ്തേന ഭോജനം എന്നാണ്. അത് നേരത്തെ പറഞ്ഞല്ലോ. അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കി വിളമ്പിത്തരുന്ന ആഹാരം, അതിൻ്റെ സുഖം അനുഭവിക്കുന്നത് മഹാഭാഗ്യമല്ലേ. എല്ലാ സ്ത്രീകളും അമ്മയാണ്, ഭാര്യ അമ്മയാണ്, അവർക്ക് മക്കളുണ്ട്. ഇവർ ആഹാരം പാകം ചെയ്യുമ്പോൾ കഴിക്കുന്ന ആളുടെ മുഖം അവർ കാണുന്നുണ്ട്. അതാണ് മനസ്സും ചേരണമെന്ന് പറഞ്ഞത്. ആ മനസ്സും ചേർത്തിക്കൊണ്ടുണ്ടാക്കുന്ന ആഹാരത്തിലെ എല്ലാ വിഷാംശങ്ങളും മറികടന്നു പോകും. അങ്ങനെയല്ലേ വേണ്ടത് എന്ന് വെറുതെ ഒന്ന് ആലോചിക്കുക.